ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ മറ്റന്നാൾ പ്രഖ്യാപിക്കുമെന്ന് റിപ്പോർട്ടുകൾ. രോഹിത് ശർമ്മ തന്നെയായിരിക്കും ടീം ക്യാപ്റ്റൻ. മുഹമ്മദ് ഷമി ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ടീമിലേക്ക് മടങ്ങിയെത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ബോർഡർ ഗാവസ്കർ പരമ്പരയും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ യോഗ്യതയും നഷ്ടപ്പെട്ടതോടെ ചാമ്പ്യൻസ് ട്രോഫി കിരീടം വീണ്ടെടുക്കേണ്ടത് ടീം ഇന്ത്യക്ക് അനിവാര്യമായിരിക്കുകയാണ്. നായകൻ രോഹിത് ശർമ്മയുടെയും പരിശീലകൻ ഗൗതം ഗംഭീറിന്റെയും ഭാവിയും ഈ ടൂർണമെന്റ് നിശ്ചയിക്കും. ജസ്പ്രീത് ബുംറ ടീമിന്റെ ഉപനായകനാകുമെന്നാണ് റിപ്പോർട്ടുകൾ. വിരാട് കോഹ്ലി, KL രാഹുൽ, ഹാർദിക് പാണ്ഡ്യ, മുഹമ്മദ് സിറാജ്, രവീന്ദ്ര ജഡേജ എന്നിവർക്കും ടീമിൽ ഇടമുറപ്പ്. ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെ ശ്രേയസ് അയ്യർക്ക് വീണ്ടും ഇന്ത്യൻ ടീമിലേക്ക് വിളിയെത്തും. വിജയ് ഹസാരെ ട്രോഫിയിൽ നിന്ന് വിട്ടുനിന്ന സഞ്ജു സാംസണേക്കാൾ രണ്ടാം വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്തിന് തന്നെയാണ് സാധ്യത. ബാക്കപ്പ് ഓപ്പണറായി യശസ്വി ജയ്സ്വാൾ ടീമിലെത്തുമെന്നും വിവരമുണ്ട്. മുഹമ്മദ് ഷമയുടെ മടങ്ങിവരവായിരിക്കും ടീം സെലക്ഷനിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പരിക്ക് മൂലം 2023 നവംബർ മുതൽ ഇന്ത്യൻ ടീമിനായി കളിച്ചിട്ടില്ല മുഹമ്മദ് ഷമി. നിതീഷ് കുമാർ റെഡ്ഡി, അർഷ്ദീപ് സിംഗ് എന്നിവരുടെ പേരും പരിഗണനയിലെന്നാണ് റിപ്പോർട്ടുകൾ. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള പ്രാഥമിക ടീം ലിസ്റ്റ് കൊടുക്കേണ്ട അവസാന ദിവസം ഞായറാഴ്ചയാണ്. ഫെബ്രുവരി 13 വരെ മാറ്റം വരുത്താൻ അവസരവുമുണ്ട്. ഫെബ്രുവരി 20 ബംഗ്ലാദേശിനെതിരെയാണ് ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ ആദ്യ മത്സരം. സ്പോർട്സ് ഡെസ്ക് 24.